SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി അടിയന്തരാവസ്ഥയെ ധീരോത്തമായി ഈ കേരളത്തിൽ നയിച്ച സഖാവ് കോടിയേരി അന്ന് മിസ നിയമപ്രകാരം ദീർഘകാലം തുറങ്കലിലടക്കപ്പെടുകയും അടിയന്തരാവസ്ഥയിൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ആകെ അണിനിരത്തുന്നതിൽ കേരളത്തിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ട് കേരളമാകെ ചെറുപ്രായത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അറിയപ്പെടുകയും ചെയ്ത വ്യക്തിത്വമാണ് സഖാവ് കോടിയേരി. പിന്നീട് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വളരെ ചെറുപ്രായത്തിൽ വരികയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായും പാർട്ടി കേന്ദ്ര കമ്മിറ്റി മെമ്പറായും പോളിറ്റ് ബ്യൂറോ മെമ്പറായും പിന്നീട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായും സഖാവ് കോടിയേരി എങ്ങനെയായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളെ സംഘടിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കണ്ണാടിയായി പ്രവർത്തിച്ചു. ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ കോഴിക്കോട് ജില്ലയുടെ മുക്കിലും മൂലയിലും വിവിധ കേഡർമാരുമായി നേരിട്ട് വ്യക്തിപരമായ ബന്ധം വെച്ചു പുലർത്തുവാൻ കോടിയേരിക്ക് സാധിച്ചിരുന്നു. വളരെ പ്രായം കുറഞ്ഞ കേഡർമാരെ കണ്ടെത്താനും അവരെ പൊതുവെ വളർത്തിക്കൊണ്ടുവരുവാനും കോടിയേരി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പൊതുവെ പുതിയ തലമുറയുടെ അഭിരുചികളെ മനസ്സിലാക്കി ഇടപെടുക എന്നുള്ളതാണ് പുതിയ തലമുറയെ സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. പലപ്പോഴും പുതിയ തലമുറ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും മനസ്സിലാക്കി അവരെ ശരിയായ രാഷ്ട്രീയ ബോധത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം അത് വളരെ പ്രയാസമേറിയതാണ്. എന്നാൽ സഖാവ് കോടിയേരി വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന കേഡർമാരെ കണ്ടെത്താനും വളർത്താനും ഒക്കെ തന്നെ വലിയ ശ്രദ്ധ വെച്ച് പുലർത്തിയിരുന്നു. എല്ലാവരും പറയുന്നത് കേൾക്കുക എന്നുള്ള പ്രത്യേകത സഖാവ് കോടിയേരിയുടേത്. ചിലപ്പോൾ നന്നായി ആ വിഷയത്തെക്കുറിച്ച് അറിയാമെങ്കിലും ഒരു പുതിയ സംഭവം കേൾക്കുന്നത് പോലെ ആ വിഷയം കേൾക്കുന്ന ഒരു രീതി സഖാവ് കോടിയേരിക്കുണ്ടായിരുന്നു. പ്രചാരകൻ എന്നുള്ള നിലയിൽ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ, സാധാരണ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുന്ന പ്രത്യേകതയും കോടിയേരിക്കുണ്ടായി. ഇപ്പൊ സംഘാടകൻ, പ്രക്ഷോഭകാരി, പ്രചാരകൻ എന്നുള്ള നിലയിൽ കേരളമുള്ള കാലത്തോളം രാഷ്ട്രീയ പ്രവർത്തകരിൽ, രാഷ്ട്രീയ നേതൃത്വത്തിൽ ഓർക്കുന്ന നാമമാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ. ഭരണാധികാരി എന്നുള്ള നിലയിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയുമായി 2006 സഖാവ് കോടിയേരി പ്രവർത്തിച്ചു. ടൂറിസം വകുപ്പിൽ ഒട്ടേറെ ജനങ്ങളെ കേരളത്തിന്റെ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരാക്കി മാറ്റുന്ന നിലപാടുകൾ വന്നു. ഉത്തരവാദിത്ത ടൂറിസം പോലുള്ള പദ്ധതികൾ സഖാവ് കോടിയേരി ടൂറിസം മന്ത്രിയാവുന്ന ഘട്ടത്തിൽ വന്നതാണ്. പോലീസിനെ കൂടുതൽ ജനകീയമാക്കാൻ ജനകീയ പോലീസ് നയം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം കേരളത്തിൽ നടപ്പിലാക്കുന്നതിൽ സഖാവ് കോടിയേരി വലിയ പങ്ക് വഹിച്ചിരുന്നു. ഇങ്ങനെ സംഘാടകൻ, പ്രക്ഷോഭകാരി, പ്രചാരകൻ, ഭരണാധികാരി എന്നീ നിലകളിൽ സഖാവ് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സഖാവ് രോഗബാധിതനായിരുന്നു. എന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലകളിലെയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനും ഇടപെടാനും സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു തുടർഭരണം ഉണ്ടായി എന്നുള്ളതാണ്. ആ തുടർഭരണത്തിൽ നിർണായക പങ്കാണ് സഖാവ് കോടിയേരി വഹിച്ചിട്ടുള്ളത്. 2016 മുതൽ 2021 വരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ പ്രത്യേകത പാർട്ടി ഉദ്ദേശിക്കുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നതും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ നടപ്പിലാക്കുകയും സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പാർട്ടി സംവിധാനം ഇടപെടുകയും ചെയ്യുന്ന ഒരു മനസ്സും ഒരു ശരീരവും പോലെ കേരളത്തിൽ 2016-21 കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു. ഇന്നും ആ നിലയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്.
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപക്ഷ വികസനങ്ങൾ ഉൾപ്പെടെ ജനങ്ങളിലാകെ എത്തിക്കാൻ പാർട്ടി കേഡർമാരാകെ ഇറങ്ങി വരുന്ന സ്ഥിതി പൊതുവെ ഉണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം ഉണ്ടാവുകയും ആ ഭരണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് സഖാവ് കോടിയേരി നമ്മെ വിട്ടുപിരിയുന്നത്. സഖാവ് കോടിയേരി നമ്മെ വിട്ടുപിരിഞ്ഞ് 3 വർഷം കഴിഞ്ഞു. 3 വർഷത്തിനിടയിൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമൊക്കെ തന്നെ ഒട്ടേറെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഉണ്ടായെങ്കിലും സഖാവ് കോടിയേരിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, ഓർമ്മകൾ തീർച്ചയായും ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രവർത്തനത്തിന് കരുത്താണ്. ഇവിടെ ഞാൻ വളരെ വിശദമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം 9 വർഷം കഴിഞ്ഞ് 10ാം വർഷത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ്. അടുത്ത വർഷത്തെ കോടിയേരിയുടെ ചരമദിനം നാം ആചരിക്കുമ്പോൾ ഇത്തവണത്തെ പ്രത്യേകത കോടിയേരിയുടെ ചരമദിനത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ തുടർച്ചയായ 9 വർഷത്തെ ഭരണം ചരിത്രത്തിൽ ആദ്യമായി എന്നുള്ളതാണെങ്കിൽ, അടുത്ത വർഷത്തെ സഖാവ് കോടിയേരിയുടെ ചരമദിനം ആചരിക്കുന്ന ഘട്ടത്തിലുള്ള പ്രത്യേകത ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി 3 തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്.